Welcome back, Kerala Driving Learners License, Traffic Police Hand Signal Mock Test. Are you ready? Let's go. ഒന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് പോലീസ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: എ, മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ. ഓപ്ഷൻ ബി, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ. ഓപ്ഷൻ സി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ. ഓപ്ഷൻ ഡി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ ബി, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ സി, മുന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ ഡി, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ട്രാഫിക് പോലീസ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ ബി, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ സി, മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്ഷൻ ഡി, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചോദ്യം, തന്നിരിക്കുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വാഹനം കടന്നു വരുന്നത് പോകാൻ അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി, ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ബി, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. സി, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ പറയുന്നു. ഡി, മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം കണ്ടെത്തുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ സി, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ആറാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 2, ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. 3, വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 4, ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ 2, ടീ പോയിന്റിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? അല്ലെങ്കിൽ ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: 1, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 2, വാഹനം പുറകിലും മുന്നിലും നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. 3, അടയാളം മാറ്റൽ. 4, വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ 3, അടയാളം മാറ്റൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ, വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ,
ഇടത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാനും മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്താനും അഭ്യർത്ഥിക്കുന്നു. വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ അഭ്യർത്ഥിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ ആണ് ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആരംഭിക്കാൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: അടയാളം മാറ്റൽ, ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു, ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താനും മുന്നിൽ നിന്ന് വാഹനങ്ങൾ കടന്നു പോകാനും അഭ്യർത്ഥിക്കുന്നു, ടി പോയിന്റ് വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ആൻസർ ഓപ്ഷൻ ഡി, ടി പോയിന്റിൽ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ. ഈ 9 ട്രാഫിക് പോലീസ് ഹാൻഡ് സിഗ്നൽസും എപ്പോഴും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഇത് എളുപ്പത്തിൽ ഒരു ട്രിക്കോട് കൂടി പഠിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. നിങ്ങളുടെ എത്ര ഉത്തരങ്ങൾ ശരിയായി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.